സാർ നമസ്കാരം. നമസ്കാരം. ഒടുവിൽ തലസ്ഥാനം ഇന്ദ്രപ്രസ്ഥം കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് വിജയശ്രീലാളിതനായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ പര്യടനത്തിന് പോയിരിക്കുകയാണ്. ഫ്രാൻസിൽ നിന്ന് അമേരിക്കയിലേക്ക്. അമേരിക്കയിൽ എന്ത് പറയും, അമേരിക്കയോട് എന്ത് പറയും എന്നുള്ളതാണ് നമ്മളൊക്കെ ഉറ്റുനോക്കുന്നത്. നമ്മുടെ ഇന്ത്യക്കാരെ കൈവിലങ്ങും കാലിൽ ചങ്ങലയുമൊക്കെ ഇട്ട് അമേരിക്കൻ സൈനിക വിമാനത്തിൽ എത്തിച്ചതിനൊക്കെ വലിയ എതിർപ്പ് പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ടോ? അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ടോ? തീരുവ അത് കുറയ്ക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും കൂട്ടുകാർ തമ്മിലുള്ള സൗഹൃദത്തിന് എന്തെങ്കിലും വീഴ്ച പറ്റിക്കൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ മോദി ഒരുങ്ങുമോ എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഈ ഡൽഹിയിലെ അല്ലെങ്കിൽ ഇന്ദ്രപ്രസ്ഥത്തിലെ വിജയവും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഇതിനകത്ത് മോദിക്ക് എനിക്ക് തോന്നുന്നു ട്രംപിനെ നന്നായിട്ട് അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രമാത്രം ആ സൗഹൃദത്തിന് വ്യക്തിപരമായ ആഴമുണ്ട്. ഓഫ് കോഴ്സ് അവർ രണ്ടുപേരും തമ്മിൽ നല്ല സൗഹൃദമാണ്. പക്ഷേ ആ സൗഹൃദമൊന്നും ഈ ഇന്ത്യയായിട്ടുള്ള വ്യാപാരത്തിൽ ഉണ്ടാവില്ല എന്നുള്ളത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് ട്രംപ്. അപ്പോൾ ഇന്ത്യയുടെ കയറ്റുമതിയിൽ 18% അമേരിക്കയിലേക്കാണ്. അപ്പോൾ ഇന്ത്യക്കത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് വ്യാപാര മിച്ചവുമാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ഇറക്കുമതി വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മോഡിയുടെ ഈ വിസിറ്റിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ വ്യാപാരം സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടിരുന്ന ഒരു വലിയ ഹൈപ്പിലേക്കോ അതല്ലെങ്കിൽ അവർ തമ്മിലുള്ളൊരു സൗഹൃദത്തിൻ്റെ കൂടുതൽ തീക്ഷ്ണമായ ഒരു ഊഷ്മള ഭാവത്തിലേക്കോ ഒക്കെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ഒരു ബിസിനസ് ട്രിപ്പ് പോലെയാണ് ഇപ്പം മോഡിയുടെ പോയിരിക്കുന്നത്. ഇലോൺ മസ്കിനെയും കാണുന്നുണ്ട്. കാര്യം മസ്ക് സംതൃപ്തനായില്ല എന്നുണ്ടെങ്കിൽ ട്രംപും സംതൃപ്തനാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് മോഡി ഉദ്ദേശിക്കുന്നത് കുറച്ച് ഇനങ്ങൾക്ക് കൂടി, കാരണം നമ്മുടെ ഇപ്പോൾ ബജറ്റിൽ തന്നെ കുറേ ഇനങ്ങൾക്ക് നമ്മുടെ തീരുവ കുറച്ചിട്ടുണ്ട് ഇറക്കുമതി ചെയ്യുന്നതിന്, കുറേ ബൈക്കുകളുടെയും ഹാർലി ഡേവിഡ്സൻ്റെയൊക്കെ. അതേപോലെ തന്നെ പൊതുവേ താരിഫ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറേ ഐറ്റംസുകൾ ഉൾപ്പെടുത്തി താരിഫ് കുറയ്ക്കുകയും ഈ അമേരിക്കയുടെ വ്യാപാര കമ്മി നമ്മളോടുള്ള കച്ചവടത്തിലുള്ള അത് വർദ്ധിപ്പിക്കുന്നതിന് ഒരുപക്ഷെ ചിലപ്പോൾ ഡിഫൻസ് ഡീൽ, ഏതെങ്കിലും യുദ്ധവിമാനങ്ങൾ വാങ്ങിക്കാനുള്ളൊരു ധാരണ ഉണ്ടാക്കും. കൂടുതൽ അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ടിനുള്ള സാധ്യത ഉണ്ടാക്കും. ഇത് ഉറപ്പിക്കുക എന്നുള്ളതായിരിക്കും ഇതിനകത്ത് ഈ മോഡിയുടെ ഈ അമേരിക്കൻ വിസിറ്റിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ട്രംപിനെ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ശ്രദ്ധയോടെ നോക്കേണ്ട സാധനം. കാര്യം നോട്ട് ട്രംപിനെ അല്ല, ഇലോൺ മസ്കിന് 2 ആവശ്യങ്ങളുള്ളൂ. ഒന്ന്, സ്റ്റാർലിങ്കിന് ഇവിടെ അനുമതി കൊടുക്കുക, അതായത് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സംവിധാനത്തിന്. 2, ടെസ്ല കാറിന് എൻട്രി കൊടുക്കുക. അപ്പോൾ ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് മിക്കവാറും ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കേണ്ടി വരും. സ്റ്റാർലിങ്ക് ഇപ്പം സാധ്യമാവില്ല. സ്റ്റാർലിങ്ക് സാധ്യമാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഉള്ള സകല ടെലികോം കമ്പനികളും കൂട്ടിക്കെട്ടേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അതിലേക്ക് മിക്കവാറും പോകാതെ ടെസ്ലയ്ക്ക് ഇന്ത്യയിലേക്കുള്ളൊരു വരവിന് ചിലപ്പോൾ ഒരു സാധ്യത, വഴി തുറക്കാനുള്ളൊരു സാധ്യത നമുക്ക് കാണാതിരുന്നുകൂടാ. അപ്പോൾ രണ്ടായാലും ഇലോൺ മസ്കിൻ്റെ സംതൃപ്തിയും ഇതിനകത്ത് പ്രധാനമാണ്. പിന്നീട് വേറൊരു പ്രശ്നം വെച്ചാൽ നമ്മളിപ്പോൾ 104 ഇന്ത്യക്കാരെ കൈവിലങ്ങും അതുപോലെ കാൽച്ചങ്ങലയൊക്കെ ഇവിടെ കൊണ്ടിറക്കി. അപ്പോൾ ഒരു പ്രതിഷേധം അറിയിക്കുമോ എന്നൊക്കെയുള്ള നമ്മളുടെ അതൊരു വൈകാരികമായൊരു സംഗതിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് ഒരു പക്ഷേ മെൻഷൻ ചെയ്യുകയും ഇനിയുള്ള ഇമിഗ്രൻസിനെ പാസഞ്ചേഴ്സായിട്ട് കണക്കാക്കി കൊണ്ടുവരികയോ അതല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഫ്ലൈറ്റ് അയച്ചു കൊണ്ടുവരികയോ അങ്ങനെയൊക്കെയുള്ള ധാരണ ഉണ്ടാകും എന്നുള്ളതല്ലാതെ ഒരു പ്രതിഷേധം അറിയിക്കൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിശേഷിച്ചും ഒരു വിദേശ ബന്ധത്തിനകത്ത് അത്തരം കാര്യങ്ങൾക്കൊക്കെ വളരെ സ്ട്രാറ്റജിക്കലാണ് അത്തരം സാധനങ്ങൾ. വിശേഷിച്ചും ഇന്ത്യ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആക്ഷൻ ഓറിയൻറ്റഡാണ്. ഇപ്പോൾ തന്നെ മോദി ട്രംപിനെ കാണാൻ ചെല്ലുന്നത്, അമേരിക്ക ചെല്ലുന്നത്
ഫ്രാൻസിൽ AI സമ്മിറ്റ് കഴിഞ്ഞിട്ടാണ് ചെല്ലുന്നത്. ആ AI സമ്മിറ്റ് വെറും ഒരു സമ്മിറ്റ് അല്ലത്. ആ AI സമ്മിറ്റ് ഫ്രാൻസുമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് വർദ്ധിപ്പിക്കുന്നു. അതേപോലെ തന്നെ നിർമ്മിത ബുദ്ധിയെ എങ്ങനെ വികസിപ്പിക്കണം, അതെങ്ങനെ ഡെമോക്രറ്റൈസ് ചെയ്യണം, അത് ഓപ്പൺ സോഴ്സ് ആക്കണം തുടങ്ങി, അതുപോലെ ഗ്ലോബൽ സൗത്തിലേക്ക് അതിൻ്റെ സാധ്യതകൾ വിപുലീകരിക്കണം എന്നുള്ള ഒരു വളരെ വ്യക്തമായിട്ടുള്ള, വിശേഷിച്ചും പാരീസ് സമ്മിറ്റിൽ ഏറ്റവും വ്യക്തമായിട്ട് ആ നിലപാട് വ്യക്തമാക്കിയത് മോദിയാണ്. അതിനോട് ഇമ്മാനുവൽ മാക്രോൺ ഉൾപ്പെടെയുള്ളവർ യോജിക്കുകയും ചെയ്തു. പക്ഷേ അവിടെ ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ UK-യും അമേരിക്കയും, JD വാൻസ് ആയിരുന്നു വൈസ് പ്രസിഡന്റ് പങ്കെടുത്തിരുന്നത്, അമേരിക്കയും UK-യും ഒപ്പിട്ടിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിർമ്മിത ബുദ്ധിക്ക് ഉപയോഗിക്കുന്ന ഡാറ്റാ സെൻറ്റേഴ്സ്, അതാണ് അതിൻ്റെ ഏറ്റവും ഇതിനെ കംപ്ലീറ്റ് പ്രവർത്തിപ്പിക്കുന്ന അതാണ്. അപ്പോൾ അതിന് ഇന്ന് ഇപ്പം നിലവിലുള്ള ഡാറ്റാ സെൻറ്റേഴ്സിന് ഇപ്പോൾ അമേരിക്കയിൽ ഇപ്പം ഇലോൺ മസ്കിൻ്റെ ആണെങ്കിലും മറ്റേ ഗൂഗിളിൻ്റെ ആണെങ്കിലും ഓപ്പൺ എയുടെ ഒക്കെ ആണെങ്കിലും, ഇപ്പോൾ ഓപ്പൺ എയിലെ ചാറ്റ് GPT-യിലൊക്കെ നമ്മൾ 40 മുതൽ 50 വാക്ക് വരെയുള്ള ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1/2 ലിറ്റർ വെള്ളം വേണം. മനസ്സിലായില്ലേ? അതേപോലെ ഇലോൺ മസ്കിൻ്റെ ടെന്നസിയിലെ ഈ ഡാറ്റാ സെൻറ്റർ പൂർണ്ണ സജ്ജമാവുന്ന സമയത്ത് 1 ലക്ഷം കുടുംബങ്ങൾക്ക് 1 വർഷം ആവശ്യമായിട്ടുള്ള വൈദ്യുതി ഒരു ദിവസം വേണം, അല്ലെങ്കിൽ എനർജി അത്രയും ദിവസം വേണം. അപ്പോൾ അമേരിക്ക ഉപയോഗിക്കുന്നത് ഫോസിൽ ഫ്യൂലും അതേപോലെ തന്നെ ഈ സാധാരണ നമ്മൾ പിന്നെ ഓയിലും ഒക്കെയാണ് ഇതിൻ്റെ ഈ ഡാറ്റാ സെൻറ്ററിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ പാരീസിലെ സമ്മിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഊന്നലെന്ന് പറയുന്നത് അവിടെ ക്ലീൻ എനർജി ഉപയോഗിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയും ഫ്രാൻസും മറ്റ് രാജ്യങ്ങളും ഒക്കെ അതിനോട് യോജിക്കുന്നുണ്ട് സാർ. അത് ഏറ്റവും പ്രധാനമാണ്. അതല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു ഒരു ക്ലൈമറ്റ് ത്രെട്ടായിട്ട് മാറും ഈ ഡാറ്റാ സെൻറ്ററിന് ആവശ്യമായിട്ടുള്ള എനർജിയും അതേപോലെ തന്നെ വാട്ടർ ലഭ്യം, ഈ വെള്ളത്തിൻ്റെ ആവശ്യം. അപ്പോൾ ഇത് കണക്കിലെടുത്തുകൊണ്ട് ഇതിനും ഫോക്കസ് കൊടുത്തുകൊണ്ടായിരുന്നു പാരീസ് സമ്മിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വ്യക്തമായ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടാണ് മോഡി ഇപ്പോൾ അമേരിക്കയിലേക്ക് ചെല്ലുന്നത്. അതേസമയത്ത് രണ്ടാമത്തെ ദിവസം അമേരിക്കയിൽ സ്റ്റാർഗേറ്റ് എന്ന് പറഞ്ഞ $500 ബില്യൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഡാറ്റാ സെൻറ്ററിന് തുടക്കം കുറിച്ചുകൊണ്ട്, അതായത് ജപ്പാനിലെ സോഫ്റ്റ് ബാങ്കും പിന്നെ ഓപ്പൺ ഐയുടെ സാം ആൽട്ട്മാനും അതേപോലെ തന്നെ ഓറക്കിളും അത് ഉറപ്പാക്കിക്കൊണ്ട് ട്രംപ് പറഞ്ഞത് നിർമ്മിത ബുദ്ധിയുടെ ക്യാപിറ്റൽ അമേരിക്കയാക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഈ ലോകത്തിൽ ആ ഒരു ആധിപത്യം ഉറപ്പിക്കുകയും അതേപോലെ തന്നെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുകയും മറ്റുള്ള രാജ്യങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യാമെന്നുള്ളൊരു കണക്കൂട്ടലായിരുന്നു ട്രംപിനുണ്ടായിരുന്ന സാധനം. അതാണ് ചൈനയുടെ ഡീപ് സീ കോഡിൻ്റെ വരവോടുകൂടി പൊളിഞ്ഞ സാധനം. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ജിയോ പൊളിറ്റിക്സ് മാറിമറിയുകയാണ് ചെയ്യുന്നത്. ആ ജിയോ പൊളിറ്റിക്സ് മാറിമരുന്ന ജിയോ പൊളിറ്റിക്സിൻ്റെ പശ്ചാത്തലത്തിലാണ് അതിൻ്റെ ഒരു വലിയൊരു നാഴികക്കല്ലാണ് ഈ ഡീപ് സീക്ക് വന്നതിന് ശേഷം. ഇപ്പം ചൈനയുടെ വൈസ് പ്രീമിയറും ഉണ്ടായിരുന്നു അവിടെ മീറ്റിങ്ങിൽ. വന്നതിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയൊരു നിർണായകമായ ഒരു മീറ്റിംഗാണ് ശരിക്കും പാരീസിൽ നടന്നത്. അതിനകത്ത് വ്യക്തമായൊരു നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പം മോഡി അമേരിക്കയിൽ ചെന്നിരിക്കുന്നത്. ഇത് ട്രംപിനും അറിയാം, ഇപ്പോൾ അതിൽ പങ്കെടുത്ത വാൻസിനും എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു വളരെ വ്യക്തമായിട്ട് സൗഹൃദം നിലനിർത്തിക്കൊണ്ട്, തീർച്ചയായിട്ടും അവർ തമ്മിലുള്ള പേഴ്സണൽ സൗഹൃദം നിലവിലുണ്ട്, അത് നിലനിർത്തിക്കൊണ്ട് ഒരു വളരെ മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് എങ്ങനെ തടസ്സമില്ലാതെ ഇന്ത്യക്ക് കൂടുതൽ തീരുവ ട്രംപ് അടിച്ചേൽപ്പിക്കാത്ത വിധം, എന്നാൽ അത്യാവശ്യം ഇന്ത്യക്ക് ഡാമേജ് ഉണ്ടാകാത്ത വിധത്തിൽ ചില ടാരിഫുകൾ നമുക്ക് താത്തുകൊണ്ടൊരു ധാരണ ഉണ്ടാക്കുകയും മസ്കിൻ്റെ ടെസ്ല മിക്കവാറും ഇന്ത്യയിലേക്ക് അതിന് അനുമതി കൊടുക്കാവുന്നുള്ളൊരു വാഗ്ദാനമൊക്കെ കൊടുക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു സാർ. അപ്പോൾ ഇതായിരിക്കും എനിക്ക് തോന്നുന്നു മോഡിയുടെ ഈ അമേരിക്കൻ സന്ദർശനത്തിൻ്റെ ഒരു എന്താ പറയുക, ബാക്കി പത്രം എന്ന് പറയാൻ.